എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള 4 കൂട്ടം തോരൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ ഒരു രീതിയിൽ ചോറിൻ്റെ കൂടെയൊക്കെ തയ്യാറാക്കി നോക്കൂ. ആദ്യം ചേനത്തണ്ടും ചെറുപയറും കൊണ്ടുള്ള തോരനാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1/4 കപ്പ് ചെറുപയർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് 2-3 തവണ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കിയെടുത്ത പയർ നമുക്കിനി വെള്ളം ഒഴിച്ച് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പയർ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ചേനത്തണ്ട് അരിഞ്ഞെടുക്കാം. ഇത് ഈ ഒരു വലുപ്പത്തിലുള്ള ചേനയുടെ തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിന് മുന്നേ തന്നെ ഇത് 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയാനുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതേപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിന് ശേഷം ഇതേപോലെ ഇതിന് പുറകുവശത്തുള്ള ഈ തൊലി നല്ലതുപോലെ ഒന്ന് കളഞ്ഞെടുക്കണം. പുറത്തുള്ള ഈ പച്ച കളർ തോല് ഫുള്ളായിട്ടും പിന്നെ ഒന്ന് ഇളക്കി മാറ്റിക്കളയണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് അകത്തുള്ള വെള്ള ഭാഗം മാത്രമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ തോല് കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ രണ്ടും ഇതേപോലെ നന്നായിട്ട് തോല് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. തോല് കളഞ്ഞതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇതിനെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഓരോന്നും എടുത്ത് ഇതേപോലെ മുകൾ വശം നന്നായിട്ടൊന്ന് കൊത്തി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിനുള്ളിലെ നീര് കയ്യിലേക്ക് തെറിച്ചാൽ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞെന്ന് വരും. 2 തണ്ടും നമുക്ക് ഇതേപോലെ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ 2 തണ്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞെടുത്ത തണ്ട് തോരൻ വെക്കുന്ന പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. നമ്മൾ കഴുകി അരിഞ്ഞത് കൊണ്ട് തന്നെ ഇനി ഇത് കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നേരത്തെ വേകാൻ വെച്ചിരുന്ന പയറിപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിപ്പം വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ആ വെള്ളത്തോടു കൂടി തന്നെ പയർ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി തോരൻ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ചതച്ചെടുക്കാം. ഇപ്പോൾ അടുപ്പിൽ വെച്ച് കൊടുത്ത ചേനത്തണ്ട് 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വീണ്ടും അരപ്പും കൂടി ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് ആവി കയറി ചേനത്തണ്ട് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി തുറന്നിട്ട് വെള്ളം എന്തെങ്കിലും അതിനകത്ത് ശേഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വറ്റിച്ച് നല്ലതുപോലെ ഇതേപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചേനയൊക്കെ പരുവായി വരുന്ന സമയമാണല്ലോ. അപ്പോൾ ചേന കിളയ്ക്കുന്ന സമയത്ത് ചേനയുടെ തണ്ടുകൊണ്ട് ഈ ഒരു തോരനൊന്ന് തയ്യാറാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ചിക്കി തോർത്തി വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകും ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു താളിച്ചതും കൂടി ഒഴിക്കുമ്പോൾ തോരൻ നല്ല സൂപ്പർ ടേസ്റ്റായി കിട്ടും. താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റിലുള്ള ചേനത്തണ്ട് ചെറുപയർ തോരൻ റെഡിയായി കഴിഞ്ഞു. പണ്ട് കാലങ്ങളിൽ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു തോരനാണ്. ഈ ഒരു രീതിയിൽ ചേനത്തണ്ട് കിട്ടുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അടുത്തത് മുരിങ്ങയിലയും മുട്ടയും കൊണ്ട് തയ്യാറാക്കിയ ഒരു തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് മുരിങ്ങയില അടർത്തിയെടുത്ത് അത് തണ്ടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. തണ്ടോട് കൂടി തന്നെ വെച്ച് കഴുകിയെടുക്കുമ്പോൾ നമ്മൾ ഈ ഇല അതിൽ നിന്ന് ഊരിയെടുത്തിട്ട് കഴുകുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അയൺ കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പോൾ രക്തക്കുറവുള്ളവർ ഈ മുരിങ്ങയില കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇലയെല്ലാം നമുക്കിങ്ങനെ തണ്ടിൽ നിന്ന് ഊരിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം.
പഴയ ആളുകളൊക്കെ മുരിങ്ങയില ഇങ്ങനെ അരിഞ്ഞെടുക്കരുതെന്നാണ് പറയുന്നത്. കയ്ക്കും എന്നൊക്കെ പറയും. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. ഞാനിങ്ങനെ അരിഞ്ഞാണ് ഇതെടുക്കുന്നത്. ഇപ്പോൾ ഇലയെല്ലാം ഇതേപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ട വേണം. ആ 2 മുട്ട ഒരു പാത്രത്തിലേക്ക് ഉടച്ചൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുരിങ്ങയിലയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് മുട്ടയൊക്കെ ചേർത്ത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കുട്ടികൾ കഴിച്ചോളും. ബീറ്റ് ചെയ്ത മുട്ട അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 4 5 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് മുട്ടയൊന്ന് നന്നായിട്ടൊന്ന് ചിക്കി തോർത്തിയെടുക്കാം. മുട്ട ഇതേപോലെ കുറച്ച് വലിയ പീസസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി ഇങ്ങനെ കുത്തി ഉടച്ച് എടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിൻ്റെ പുറത്തായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിന് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. വെള്ളം മിക്സിയുടെ ജാറ് കഴുകുന്ന കുറച്ച് വെള്ളം മതിയാകും. 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതിയാകും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ആവി കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടപ്പ് മാറ്റിയതിന് ശേഷം പിന്നെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇനി ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി ഇലയിൽ കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കട്ടയെല്ലാം മാറ്റി കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. മുരിങ്ങയിലാണെങ്കിൽ ആവി കയറിയ ഉടനെ ഒന്ന് കട്ടയാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ചിക്കി കൊടുക്കാം. ഈ സമയമൊക്കെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഈ തോരൻ ഇങ്ങനെ ചിക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ. ഇലയൊക്കെ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഒന്നൊന്നായിട്ട് വിട്ടു വരുന്ന സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റാം. മുരിങ്ങയില ഒരു തവണ ഈ ഒരു രീതിയിൽ മുട്ടയും ചേർത്തൊന്ന് തയ്യാറാക്കി കഴിക്കൂ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാകും. ഇതേപോലെ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ചിക്കിത്തോർത്തിയെടുക്കാം. മുരിങ്ങയിലയും മുട്ടയും കൂടി ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്ത് നോക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അടുത്തത് മുട്ട കൊണ്ട് തയ്യാറാക്കിയ ഒരു ഉപ്പേരിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ ഒരു മുട്ട ഉപ്പേരി തയ്യാറാക്കുന്നതിന് വേണ്ടി 3 പുഴുങ്ങിയ മുട്ട ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളയും മഞ്ഞയും ഒന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാം. വേർതിരിച്ചെടുക്കുമ്പോൾ മുട്ടയുടെ മഞ്ഞ പൊടിഞ്ഞു പോയാലും കുഴപ്പമില്ല. ഒരുപാട് അങ്ങ് പൊടിയാതിരുന്നാൽ മതിയാവും. മൂന്ന് മുട്ടയുടെയും മഞ്ഞയും വെള്ളയും ഇങ്ങനെ വേർതിരിച്ചെടുത്തതിന് ശേഷം ഈ മുട്ടയുടെ വെള്ള നമുക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് നീളത്തിൽ ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞ ഒരുപാടിട്ട് ഇളക്കി പൊടിക്കേണ്ട, ചെറിയ ചെറിയ പീസസായി അതിൽ കിടക്കണം. നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേറൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ മൊരിയാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് മുട്ടയുടെ വെള്ള ഇട്ട് കൊടുക്കാം. മുട്ട വെള്ള ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഏകദേശം ഒരു 2 മിനിറ്റോളം ഇത് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. മുട്ടയുടെ വെള്ളയും നന്നായി ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട മഞ്ഞയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും 1 മിനിറ്റോളം കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കാം. സൂപ്പർ ടേസ്റ്റിലുള്ള മുട്ട ഉപ്പേരി റെഡിയായി കഴിഞ്ഞു. ഒരു പ്രാവശ്യം മുട്ട നിങ്ങളിങ്ങനെ തയ്യാറാക്കി കഴിച്ചു നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്.
മുട്ടയുടെ പല പല വെറൈറ്റീസ് നമ്മൾ കഴിച്ച് നോക്കിയിട്ടില്ല. ഈ ഒരു രീതിയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് കടച്ചക്കയും ചക്കക്കുരുവും ചേർത്ത് തയ്യാറാക്കിയ നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു കടച്ചക്ക തൊലി കളഞ്ഞ് വൃത്തിയാക്കി ഇതാ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചക്കക്കുരുവും ഇതേപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 25 ചെറിയ ഉള്ളിയുണ്ട്, തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കണം. സവാള ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് മാറും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഉള്ളി നന്നായി ഇതുപോലെ ഒന്ന് വാടി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചക്കയും ചക്കക്കുരുവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇറച്ചിയൊക്കെ വെച്ചെടുക്കുന്ന പോലെ അതേപോലെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അടച്ചു വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇനി ഒരു അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി 1/2 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നമ്മൾ ചമ്മന്തിക്കൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലൊന്ന് അരച്ചെടുക്കാം. ഇത് ചട്ടിയിൽ നമ്മൾ ആവി കയറാൻ വെച്ചിരുന്ന നന്നായിട്ടൊന്ന് ആവി കയറി വന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് മിക്സി കഴുകി കുറച്ച് വെള്ളവും കൂടി വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ഒരു പകുതി വേഗമായിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുത്ത് നന്നായി വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് ഫ്ലെയിം നന്നായി സിമ്മിലാക്കി 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഈ സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റിലുള്ള ചക്കക്കുരുവും കടച്ചക്കയും ചേർത്തുള്ള ഒരു ഐറ്റം. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇനി ഇത് നമുക്ക് വിളമ്പി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.